നമസ്കാരം. മാസാന്തര അമാവാസികളിൽ പ്രധാനപ്പെട്ടതാണ് തൈ അമാവാസിയും ആടി അമാവാസിയും. തൈ അമാവാസിക്ക് പിതൃക്കൾക്ക് തിഥി കൊടുക്കാൻ 2026 ജാനുവരി 17-ാം തീയതി രാമേശ്വരം പോയപ്പോൾ എടുത്ത വീഡിയോ ആണിത്. പോകുന്ന വഴിയിൽ പലയിടത്തും പഴനിയിലേക്ക് പാദയാത്ര പോകുന്നവരുടെ സംഘത്തെ കാണാം. ദിണ്ടുക്കലിൽ നിന്നും കുറച്ചടുത്തായി രാമലിംഗംപട്ടി എന്ന ഗ്രാമത്തിലുള്ള പ്രശസ്തമായ പാതാള ചെമ്പുമുരുകൻ കോവിലും സന്ദർശിക്കാൻ പറ്റി. ഭൂമിക്കടിയിലാണ് ഭഗവാന്റെ ഗർഭഗൃഹം. കരിങ്ങാലിമലയ്ക്ക് പ്രശസ്തമായ കോവിലാണിത്. പല പ്രബലരും സന്ദർശിച്ച് അടുത്ത കാലത്ത് വളരെയധികം പ്രശസ്തിയിലേക്ക് ഉയർന്ന ക്ഷേത്രമാണിത്. മൗനപ്രാർത്ഥനകൾ വിജയം തരും എന്നതാണ് ഇവിടുത്തെ സവിശേഷത. ഭഗവാനെ സന്ദർശിച്ച് നേരെ തിരുപ്പുവനം പുഷ്പവനേശ്വരർ കോവിലിലേക്ക്. രാമേശ്വരം കഴിഞ്ഞാൽ പിതൃപൂജകൾക്ക് പ്രശസ്തിയാർജിച്ച തമിഴ്നാട്ടിലെ പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണിത്. രാമേശ്വരത്തേക്ക് ഒരു ഭക്തൻ പിതാവിൻ്റെ അസ്ഥിയുമായി പിതൃപൂജയ്ക്ക് ഈ വഴി പോകുമ്പോൾ ഇവിടെ എത്തിയപ്പോൾ കലശത്തിലെ അസ്ഥികൾ പൂവായി മാറിയെന്നും രാമേശ്വരത്തെത്തിയപ്പോൾ വീണ്ടും പഴയപടി അസ്ഥിയായെന്നും അതിനാൽ രാമേശ്വരത്ത് അസ്ഥികൾ നിമജ്ജനം ചെയ്യാതെ ഇവിടെ വൈകിയാറ്റിൽ ഒഴുക്കിയെന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ഇവിടെയും പിതൃപൂജ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വൈകിയാറ്റിൽ വെള്ളമില്ലാതെ വറ്റി വരണ്ട് കിടക്കുന്നു. ആറ്റിൽ താഴ്ചയുള്ള ഭാഗത്തുള്ള കുഴികളിലെ വെള്ളത്തിന് ചുറ്റുമിരുന്ന് പിതൃപൂജകളും നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെത്തി അല്പസമയത്തിനുള്ളിൽ നടയടച്ചു. എങ്കിലും ഭഗവാന് നിവേദിച്ച പ്രസാദം പൂജാരി തന്നു. വൈകിയാറ്റിൽ വെള്ളമുള്ള സമയത്ത് വന്ന് തിഥി കൊടുക്കാം എന്ന് തീരുമാനിച്ച് നേരെ മടപ്പുറം കാളി ക്ഷേത്രത്തിലേക്ക്. ഞങ്ങൾ പോയ നേരത്ത് അവിടെ വർഷത്തിലൊരിക്കൽ ഏതോ ഗ്രാമത്തിൽ നിന്ന് വന്ന് ഭഗവതിക്ക് മര്യാദകൾ ചെലുത്താൻ എത്തിയ ഭക്തരുടെ തിരക്കുണ്ടായിരുന്നു. കാളിയമ്മൻ വെയിലും മഴയുമേറ്റ് കുതിരയ്ക്ക് കീഴിൽ നിൽക്കുന്നത് ഒരു പ്രത്യേക കാഴ്ചയാണ്. കറുപ്പസ്വാമിയാണ് അവിടെ മൂലവർ സ്ഥാനം വഹിക്കുന്നത്. നാരങ്ങാമാല സമർപ്പണമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. തെറ്റ് ചെയ്ത ആളുകൾ പ്രബലരാണെങ്കിൽ പാവങ്ങൾക്ക് അവരെ ശിക്ഷിക്കാനാവില്ല. അതിനാൽ ബാധിക്കപ്പെട്ട ആളുകൾ ദേവിയോട് കരഞ്ഞു പറഞ്ഞ് നാണയം ഉളികൊണ്ട് വെട്ടിയിടുന്ന പ്രത്യേക വഴിപാട് ഇവിടെയുണ്ട്. ഇത് ചെയ്താൽ ദേവി അവർക്ക് തക്ക ശിക്ഷ കൊടുത്തിരിക്കുമെന്നാണ് വിശ്വാസം. ഇനി നേരെ രാമേശ്വരത്തേക്ക്. പാമ്പൻ പാലം വഴി പോകുമ്പോൾ അവിടെ ഇറങ്ങാനുള്ള സാഹചര്യമുണ്ടായിരുന്നില്ല. അഗ്നിതീർത്ഥത്തിനടുത്തുള്ള ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തതിനാൽ വീണ്ടും തയ്യാറായി നേരെ രാമേശ്വരം കോവിലിലേക്ക്. അമാവാസിയുടെ തലേദിവസമായതിനാൽ ക്ഷേത്രത്തിൽ വളരെയധികം തിരക്കനുഭവപ്പെട്ടു. ഭഗവാനെയും ദേവിയെയും ദർശിച്ച് പൂജകളിൽ പങ്കുകൊണ്ട ശേഷം കോടിതീർത്ഥവും വാങ്ങിച്ച് അഗ്നിതീർത്ഥക്കരയിലെത്തിയപ്പോൾ രാത്രി ഒരുപാട് ഇരുട്ടിയിരുന്നു. പിറ്റേന്ന് അർദ്ധരാത്രി 1:30 മണി മുതൽ അമാവാസി ആരംഭം. തൈ അമാവാസി ആയതിനാൽ തിഥി കൊടുക്കുന്നവരുടെ തിരക്ക് രാവിലെ 6 മണിക്ക് ശേഷം കൂടുതലായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് രാത്രി 2:30 മണിക്ക് അഗ്നിതീർത്ഥക്കരയിലെത്തി. ആ സമയം തന്നെ തിഥി കൊടുത്തു കഴിഞ്ഞ് അഗ്നിതീർത്ഥക്കരയിൽ കുളിക്കുന്നവരുടെ തിരക്കുണ്ടായിരുന്നു. രാമേശ്വരം കടക്കരയിൽ രാത്രി 2:30 മണിക്ക് തിഥി കൊടുക്കാൻ എത്തിയവരുടെ തിരക്കാണിത്. തിഥി കൊടുക്കാൻ വാഴയിലടക്കമുള്ള മംഗളവസ്തുക്കളെല്ലാം തന്നെ ഞങ്ങൾ കൊണ്ടുപോയതിനാൽ വളരെ തൃപ്തിയോടെ പൂജകൾ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം കുറച്ചു പേർക്ക് അന്നദാനവും വസ്ത്രദാനവും. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും മണി 4:15. രാമായണ ഇതിഹാസപ്രകാരം രാവണവധത്തിന് ശേഷം സീതാദേവിയുമായി ശ്രീരാമൻ രാമേശ്വരത്തെത്തിയപ്പോൾ സീതാദേവി അഗ്നിപ്രവേശം ചെയ്തു. മഹാലക്ഷ്മിയായ സീതയെ തൊട്ട കാരണത്താൽ പാപമേർപ്പെട്ടതിനാലും സീതാദേവിയുടെ പാതിവ്രത്യം അഗ്നിദേവനെപ്പോലും പൊള്ളിച്ചതിനാലും പാപം മാറ്റാൻ അഗ്നിദേവൻ നീരാടിയ രാമേശ്വരം കടലാണ് അഗ്നിതീർത്ഥം. ഈ തീർത്ഥത്തിൽ നീരാടി പിതൃക്കൾക്ക് തിഥി കൊടുത്താൽ 21 തലമുറയിലെ പിതൃക്കൾ വരെ മോക്ഷം പ്രാപിക്കുമെന്നാണ് വിശ്വാസം. വീണ്ടും തയ്യാറായി മധുരമീനാക്ഷി ക്ഷേത്രത്തിലേക്ക്. തലേദിവസം വൈകിയെത്തിയതിനാൽ ധനുഷ്കോടിയും അരിച്ചിൽമുനിയുമൊന്നും സന്ദർശിക്കാൻ സമയമുണ്ടായിരുന്നില്ല. തിരിച്ചു പോകുമ്പോൾ പാമ്പൻ പാലത്തിൽ കുറച്ചു നേരം നിന്ന് കടലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റി. 10 മിനിറ്റ് അവിടെ നിൽക്കാതെ പോയാൽ യാത്ര പൂർണ്ണമാവാത്തതുപോലെയുള്ള തോന്നലാണ്. കടലിന് നടുവിലൂടെ ബണ്ട് പോലെ നിർമ്മിക്കുന്നുണ്ട്. എന്തിനാണെന്ന് മനസ്സിലായില്ല. യാത്രികരും ആ ബണ്ടിൻ്റെ അറ്റം വരെ നടന്നുപോയി നോക്കുന്നുണ്ട്. മുമ്പ് പോയിരുന്നപ്പോൾ പാമ്പൻ പാലത്തിലൂടെ തീവണ്ടി പോകുന്നതെല്ലാം കാണാൻ സാധിച്ചിരുന്നു. പാമ്പൻ പാലം കഴിഞ്ഞ് കുറച്ചു ദൂരം പോകുമ്പോൾ ഇടതുവശത്തായി കടലിലേക്ക് ഇറങ്ങാൻ സൗകര്യമുണ്ട്. അത് പക്ഷേ ഒരു അംഗീകൃത ബീച്ചൊന്നുമല്ല. എങ്കിലും വാഹനം നിർത്താൻ സൗകര്യമുണ്ട്. അവിടെ ഒരു പാതാള കാളിയമ്മൻ ക്ഷേത്രവും കറുപ്പസ്വാമി പ്രതിഷ്ഠയുമുണ്ട്. അവിടെ പ്രാർത്ഥിച്ച ശേഷം കടലിലേക്കിറങ്ങി സൂര്യോദയം ദർശിച്ച് നേരെ മധുരമീനാക്ഷിയമ്മൻ ക്ഷേത്രത്തിലേക്ക്. അമാവാസിയായതുകൊണ്ടായിരിക്കാം ടിക്കറ്റ് എടുത്തിട്ടും 5 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഭഗവാനെയും ദേവിയെയും ദർശിക്കാൻ പറ്റിയത്. പൊട്രാമരക്കുളത്തിനരികിലൂടെ നീണ്ടുപോയിരുന്നു ക്യൂ. അപ്പോഴാണ് അത് കണ്ടത്. തിരുക്കുറൾ ആലേഖനം ചെയ്ത മണ്ഡപച്ചുമരിലുള്ള വിടവിൽ ഭക്തർ നാണയങ്ങൾ തറച്ചു വച്ചിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ കൊല്ലിമലയിൽ കറുപ്പണ്ണസ്വാമി കോവിലിലെ മരത്തിൽ ഭക്തർ നാണയങ്ങൾ അടിച്ചു കയറ്റുന്ന വഴിപാടാണ് ഓർമ്മ വന്നത്. അമ്മൻ മണ്ഡപത്തിൽ വസ്തുക്കൾ ലേലം വിളിക്കുന്ന ഇൻഫർമേഷൻ സെന്ററിനടുത്തായി ഒരു തൂണിൽ ശിവലിംഗത്തിന് പാവാട ചാർത്തിയിരിക്കുന്നു. അത് തിരുച്ചി മലക്കോട്ടയിലെ തായുമാനവ സ്വാമിയാണ്. ഗർഭിണികൾ സുഖപ്രസവത്തിന് വേണ്ടിയാണ് ഈ വഴിപാടുകൾ ചെയ്യുന്നത്. പിന്നീട് അന്നദാനവും കഴിച്ച് നിറഞ്ഞ മനസ്സോടെ വീട്ടിലേക്ക്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.